അൻവറിന്റെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടം താൽക്കാലികമെന്ന് പക്ഷേ LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. CPM-നെതിരെ പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടാകും. CPM അണികൾ ഭദ്രം. പാർട്ടിക്ക് വേവലാതിയില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. താൽക്കാലികമാണ്, അതിലൊന്നും വലിയ ഫലമുളവാക്കാൻ പോകുന്നില്ല. അൻവർ എന്ത് രാഷ്ട്രീയം വിശദീകരിക്കുന്നുള്ള അറിയില്ല, അത് കേൾക്കുന്നില്ലേ പത്രത്തിൽ. അപ്പൊ അതിലൊരു പ്രത്യേകതയൊന്നും CPI-എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല. അതൊക്കെ കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളും ഇല്ലേ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതി ഇല്ല. ഈ ഒരു പൊതുയോഗം എന്ന് പറഞ്ഞ സമയത്ത് പലരും വന്നു കൂടും എന്നാണ് പറയുന്നത് കേൾക്കും. പ്രത്യേകിച്ച് CPM-നെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ വന്നു കൂടുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. അതിലൊരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല. ADGP-യെ മാറ്റണമെന്ന CPI നിലപാടിൽ അന്വേഷണ റിപ്പോർട്ട് വരാതെ ഒന്നും പറയാനാകില്ലെന്ന് TP രാമകൃഷ്ണൻ. ആരോപണം കൊണ്ട് ആരും കുറ്റക്കാർ ആകുന്നില്ല. അൻവറിന്റെ യോഗത്തിൽ സ്വാഗതം പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി വിട്ടുപോയ ആൾ. അദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിക്കാരനായി മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നുവെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. ADGP-യുടെ സ്റ്റാൻഡിൽ CPI അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നടപടി? CPI ഒരു പാർട്ടിയല്ലേ, അല്ല അത് LDF ആ പാർട്ടി അവരുടെ ഒരു നിലപാട് പറയല്ലോ. ADGP-ക്കെതിരായ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വരാതെ ADGP-ക്കെതിരായ എന്ത് നിലപാട് എന്നുള്ളത് പറയുന്നത് ശരിയല്ല. എത്ര വർഷം മുമ്പ്, 5 അല്ല 10-15 വർഷം മുമ്പ് പാർട്ടിയുടെ ചുമതല നിർവഹിച്ച് ഒഴിവായി പോയ ഒരാള് ഇപ്പൊ പാർട്ടിക്കാരനായി ചിത്രീകരിക്കുന്ന എന്താ അർത്ഥം? അങ്ങനെ ഉണ്ട്. അത് നിങ്ങൾ ഏതൊരു പത്രത്തിൽ ഇപ്പൊ എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാ പത്രം വായിച്ചിട്ടില്ല. ഒരു പത്രം മുന്നേറിയ കമ്മിറ്റി, അങ്ങനെ എത്ര ആളുകളുണ്ട് പാർട്ടി.